ഹായ് ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ ശിവരാത്രി മഹോത്സവങ്ങളൊക്കെ നടക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ബഹറിൽ ഒരു ശിവരാത്രി മഹോത്സവം നടന്നു. ബഹറിലെ ആധ്യാത്മിക സംഘടനകളുടെ നേതൃത്വത്തിലാണ് ശിവരാത്രി ആഘോഷിച്ചത്. അപ്പോൾ ബഹറിലെ ശിവരാത്രി ആഘോഷങ്ങളൊന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിൽ ശിവരാത്രിയോടനുബന്ധിച്ച് ധാരാളം ആഘോഷങ്ങളും ഉത്സവങ്ങളുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇനി കടൽ കടന്ന് അറേബ്യയുടെ പവിഴദ്വീപായ ബഹറിൻ്റെ മണ്ണിൽ ഒരു ശിവരാത്രി ആഘോഷം ഒന്ന് കണ്ടാലോ? ബഹറിലെ ആധ്യാത്മിക സംഘടനകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ബഹറിൻ്റെ തലസ്ഥാന നഗരമായ മനാമയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ശിവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. രാവിലെ 5 മണിക്ക് ഗണപതി ഹോമത്തോടെ തുടങ്ങിയ ചടങ്ങുകൾ ഉച്ചയ്ക്ക് 1 മണിക്ക് അന്നദാനത്തോടു കൂടിയാണ് അവസാനിച്ചത്. ഗണപതി ഹോമം, ജലധാര, മഹാമൃത്യുഞ്ജയ ഹോമം, ഭഗവതി സേവ, ശിവഭജന, മഹാ ആരതി, അന്നദാനം എന്നീ പരിപാടികളോടെയാണ് ബഹറിൻ്റെ മണ്ണിൽ ശിവരാത്രി ആഘോഷങ്ങൾ നടന്നത്. ഹിന്ദുമത വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് ശിവരാത്രി. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 2 ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത്. ദേവന്മാരും അസുരന്മാരും തമ്മിൽ പാലാരിമതനം നടത്തിയപ്പോൾ ഉണ്ടായ കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ഭഗവാൻ ശ്രീ മഹാദേവൻ പാനം ചെയ്തുവെന്നും ഇത് കണ്ട് പാർവതീദേവി ഭഗവാന് എന്തെങ്കിലും പറ്റുമോ എന്ന് കരുതി ഭഗവാന്റെ കണ്ടത്തിൽ മുറുക്കെ പിടിക്കുകയും ഈ വിഷം തിരികെ ഭൂമിയിലേക്ക് വീഴാതിരിക്കാൻ മഹാദേവന്റെ മഹാവിഷ്ണു പൊത്തിപ്പിടിക്കുകയും ചെയ്തുവെന്ന് ഐതിഹ്യം പറയുന്നു. അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് വരികയും ചെയ്തു. മഹാദേവന് ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടി അന്നേ ദിവസം രാത്രിയിൽ പാർവതീദേവിയും മറ്റ് ദേവീദേവന്മാരും ഉറക്കമൊഴിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ ദിവസമാണ് ശിവരാത്രി എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു. മറ്റൊരു വിഭാഗത്തിൻ്റെ ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ഉടലെടുത്ത താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തുവെന്നും ബ്രഹ്മാവിന് ആ സമയം മഹാവിഷ്ണുവിനെ മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ എന്നും ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോട് നീ ആരാണ് എന്ന് ചോദിക്കുകയും ചെയ്തുവെന്നും ഐതിഹ്യങ്ങൾ പറയുന്നു. നിന്റെ സൃഷ്ടാവും പ്രപഞ്ച പരിപാലകനുമായ നാരായണനാണ് ഞാൻ എന്നായിരുന്നു മറുപടി. എന്നാൽ വിഷ്ണു ഭഗവാന്റെ ഈ മറുപടി ബ്രഹ്മദേവന് തൃപ്തിയായില്ല. തുടർന്ന് ഇരുവരും തമ്മിൽ യുദ്ധം ആരംഭിച്ചുവെന്നും ഐതിഹ്യം പറയുന്നു. ഇവർ തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ ഇവർക്ക് മധ്യഭാഗത്തായി ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടുവെന്നും ആ ശിവലിംഗത്തിൻ്റെ അഗ്രങ്ങൾ കാണാൻ സാധിക്കാത്തതായിരുന്നുവെന്നും പറയപ്പെടുന്നു. യുദ്ധം അവസാനിപ്പിക്കുവാനും ശിവലിംഗത്തിൻ്റെ അഗ്രങ്ങൾ കണ്ടുപിടിക്കുന്നയാൾ ശ്രേഷ്ഠനെന്നും ഒരു അശരീരി ഈ സമയം കേട്ടുവെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ശിവലിംഗത്തിൻ്റെ അഗ്രങ്ങൾ കണ്ടുപിടിക്കാനായി ബ്രഹ്മദേവൻ മുകളിലേക്കും മഹാവിഷ്ണു താഴേക്കും പോയതായും എന്നാൽ ഏറെ നേരം സമയം ചിലവഴിച്ചിട്ടും ഇരുവർക്കും ശിവലിംഗത്തിന്റെ അഗ്രങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ തിരികെ പഴയ സ്ഥാനത്ത് തന്നെ ഇരുവരും എത്തിച്ചേർന്നുവെന്നുമാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ഈ സമയം മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടുവെന്നും ആ ദിവസമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നതെന്ന് മറ്റൊരു വിഭാഗവും വിശ്വസിക്കുന്നു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അങ്ങനെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവരുടെ ദേവന്മാരായി മാറി.
നമ്മുടെ നാട്ടിലെ ശിവരാത്രി ആഘോഷം ഈ 26-ാം തീയതിയാണ് വരുന്നത്. എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.